എല്ലാം വെറുതെ ആയിപ്പോയല്ലോ പുത്തേ. എത്ര നാളത്തെ കഷ്ടപ്പാടാ അല്ലേ, എല്ലാം പോയില്ലേ. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഇന്ന് കേരളം കണി കൊണ്ട് ഉണർന്നത്. അതിനേക്കാൾ വലിയ തോന്നി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്രയും സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇദ്ദേഹം ചാടി പോയത്. എന്നിട്ടും മാധ്യമങ്ങളിലൂടെയെല്ലാം അപേക്ഷിക്കുകയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പണി പോവും. എന്തു തന്നെയായാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ജയിലിന് 2 കിലോമീറ്റർ അടുത്തുള്ള ഒരു കിണറ്റിൽ നിന്നും ഗോവിന്ദസ്വാമിയെ പിടികൂടി. ഗോവിന്ദസ്വാമി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു കിണറ്റിൽ. കുറേ നാളെ ശേഷം പുറത്തിറങ്ങിയിട്ട് വഴി കൃത്യമായിട്ട് എങ്ങോട്ടൊക്കെയാണ് ഓടി പോകേണ്ടതെന്നുള്ള പിടികിട്ടിയില്ല. അതുകൊണ്ടായിരിക്കും അവിടെ ഒളിച്ചിരുന്നത്. കിണറ്റിലിരുന്ന് ആലോചിക്കാൻ ഓർത്തായിരിക്കും. എന്ത് തന്നെയായാലും ഇദ്ദേഹം കുറേ ദിവസം കൊണ്ട് ഇതിനുള്ള പ്ലാനിങ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കിടന്നേ. എന്താണെന്ന് വെച്ചാൽ ഡയറ്റിംഗ് ആയിരുന്നു. ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. ചോറ് കഴിച്ച് വെറുതെ വണ്ണം കൂട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു മെയ് വഴക്കത്തിന് വേണ്ടിയും പിന്നെ ഈ ഇടയിലൂടെ ചാടി ഇറങ്ങി പോകണ്ടേ, അതിനുവേണ്ടി അദ്ദേഹം ഭാരമൊക്കെ കുറച്ച് സെറ്റാക്കുമായിരുന്നു. എന്തൊക്കെ പരിപാടി ചെയ്തറിയോ? അതീവ സുരക്ഷാ ബ്ലോക്കിൻ്റെ ഗ്രിൽ ആദ്യം കട്ട് ചെയ്തു. ഇതിനായി ഗ്രിൽ ഉപ്പ് വെച്ച് നേരത്തെ തുരുമ്പിപ്പിച്ചു. ചെറിയ ബുദ്ധിയൊന്നുമല്ല. എത്ര പേർക്കറിയാം ഈ ഉപ്പ് വെച്ച് ഗ്രില്ലൊക്കെ തുരുമ്പിപ്പിക്കാമെന്ന്. ഒരു കമ്പി മാത്രം കുറച്ച് അതിനുള്ളിലൂടെയാണ് പുറത്തിയാടിയത്. അല്ല, ഭാരം കുറച്ച് തടിയൊക്കെ കുറച്ച് ചപ്പാത്തി കിടന്നിട്ടെ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രില്ല് തുറന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ചാടി രക്ഷപ്പെടാം. പുലർച്ചെ 3:30 ജയിലിനുള്ളിൽ നിരീക്ഷണം നടത്തി ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കുകയും ചെയ്തു. ഇത് ഉപയോഗിച്ചാണ് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത്. പക്ഷേ വേറൊരു കോമഡി എന്താ അറിയോ? ഇദ്ദേഹത്തിനെ കണ്ടാൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ജയിൽ അധികൃതർ പുറത്തുവിട്ടിരുന്നു. അത് മാധ്യമങ്ങളിലൂടെ കണ്ടായിരുന്നു. എന്തോന്നേ ആ ഫോട്ടോയായിട്ട് യാതൊരു ബന്ധമില്ലോ. ഇന്നിപ്പം പിടിച്ചു കഴിഞ്ഞിട്ട് ഗോവിന്ദസ്വാമിയെ കാണിക്കുമ്പോൾ അദ്ദേഹം നല്ല താടിയൊക്കെ വളർത്തിയിട്ടാണല്ലോ. ആദ്യം താടിയൊന്നും ഇല്ലാത്ത നോർമൽ ഫോട്ടോയാണ് പേര് ഇന്നലത്തെ ഫോട്ടോ എന്നാണ് പുറത്തുവിട്ടത്. എന്തിനാണ് ഈ ജയിൽ ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത്? ജയിൽ ജോലിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു ജോലി. വെറുതെ ഉമരൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയല്ല. അത് മര്യാദ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തായാലും പണി കിട്ടി. കുറേ പേരുടെ പണി പോവും, സസ്പെൻഷനിലാവും. പിന്നെ ഗോവിന്ദസ്വാമിനെ പിടികൂടിയത് ആ നാട്ടുകാരൻ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി, ഗോവിന്ദസ്വാമി അല്ലേ? ഗോവിന്ദസ്വാമി എന്നൊരു വിളിയാൻ വിളിച്ചപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ഓടി. അതോടുകൂടി പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതായത് നാട്ടുകാർ വേണ്ടി വന്ന് ജയിലിൽ ചാടി വന്ന പ്രതിയെ പോലീസിന് പൊക്കി കൊടുക്കാനെന്ന്.